മറ്റൊരു വാർത്ത പ്രധാനമായി വരുന്നത് മദ്യനയ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വരികയാണ്, പരിഗണനയിൽ വരികയാണ്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഡൽഹി സർക്കാർ ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനവും വിളിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ ജയിലിൽ ആവുകയും റിമാൻഡിലാവുകയും ഒപ്പം ചോദ്യം ചെയ്യുകയും ഒപ്പം ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം വിളിച്ചൊരു സാഹചര്യം ഡൽഹിയിലുള്ളപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും രാജി ആവശ്യപ്പെട്ട് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബിജെപിയുടെ പ്രതിഷേധം തുടരുകയാണല്ലോ. അശ്വതി, ഏതായാലും ഹൈക്കോടതിയിൽ എന്ത് നിലപാടെടുക്കുന്നു, ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. കാരണം നിലവിൽ കെജ്രിവാൾ ഹർജി നൽകിയിരിക്കുന്നത് ഇഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടൊരു ഹർജിയാണ് നൽകിയിരിക്കുന്നത്. അതായത് നിയമവിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മാത്രമല്ല കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരിക്കുന്നു കേജ്രിവാളിനെ. അപ്പോൾ നിയമവിരുദ്ധ നടപടിയാണ്, ഇഡിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു ഹർജി കേജ്രിവാൾ നൽകിയിരിക്കുന്നത്. ഒപ്പം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, തെളിവുകളൊന്നുമില്ലാതെയാണ് ഇത്തരം നടപടിയിലേക്ക് ഇഡി കടന്നിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയ പകപോക്കൽ, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല, തന്നെ ബോധപൂർവം കൊടുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിട്ട് പെറ്റീഷൻ നൽകിയിരുന്നു. അന്നും ഈ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ അത് പരിഗണിക്കുന്ന തൊട്ടു മുമ്പ് തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് അത് പിൻവലിച്ചിരുന്നു. കാരണം സമാനമായ റിട്ട് ഹർജി പരിഗണിക്കവേ കെ കവിതയോട് ഹൈക്കോടതിയിൽ പോകാനുള്ള നിർദ്ദേശം അതേ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് അന്ന് റിട്ട് ഹർജി പിൻവലിച്ചത്. അപ്പോൾ ഇന്ന് ഹൈക്കോടതി എന്തു പറയുന്നത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. അതിനിടെയാണ് ഇന്ന് ഏതായാലും ഡൽഹി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരുന്നത്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഭരദ്വാജ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യും. മറുവശത്ത് ബിജെപി വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കെജ്രിവാളിന് അധികാരമില്ല. ഒപ്പം ഒരു പരാതി കൂടി ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നു ബിജെപി. അതായത് ഇഡി കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് കെജ്രിവാൾ ഉത്തരവിറക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ കഴിയില്ല. ഈ ഉത്തരവ് എന്ന് പറയുന്നത് വെറും നാടകം മാത്രമാണ്. ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത്. ലഫ്റ്റനന്റ് ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതിയും ബിജെപി നൽകിയിട്ടുണ്ട്. മറുവശത്ത് ആം ആദ്മി പാർട്ടിയും പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകരെയും നേതാക്കളെയും മന്ത്രിമാരെയും അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഏതാണ്ട് 200-ലധികം പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. ഏതായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധമുണ്ടാകും. 31-ാം തീയതി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാംലീല മൈതാനിയിൽ ഒരു ബഹുജന റാലിയും ആം ആദ്മി പാർട്ടി ഏതായാലും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശരി, രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി